നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ് ഗായ്സ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നമ്മളപ്പം എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ വീട്ടിൽ ചേച്ചിയും അമ്മയും വരുന്നുണ്ട്, പിന്നെ അമ്മൂമ്മ വരുന്നുണ്ട്. അപ്പം നമുക്കിനി ഷോപ്പിംഗ് സ്ഥലത്തെത്തിയിട്ട് കാണാം. ബൈ. സോ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എൻ്റെ പേര് മാളവിക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞാനും ചേച്ചിയും അമ്മയാണ് ഇവിടുന്ന് പോകുന്നത്. അമ്മൂമ്മേൻ്റെ വീട്ടിൽ നിന്ന് വരും. അപ്പോൾ ഡോറൊക്കെ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തതാണ്. ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. നമ്മൾ MG റോട്ടിൽ നിന്നാണ് ഡ്രസ്സ് എടുക്കുന്നത്, റെയിൻബോ ഫാബ്രിക്സ് എന്നുള്ള കടയിൽ നിന്ന്. ഞാനിങ്ങനെ കുറേ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് എനിക്ക് ആ കട സത്യം പറഞ്ഞാൽ കിട്ടിയത്. കുറേ ഡയബിൾ ഫാബ്രിക്സ് ഒക്കെ ഉള്ള കടയാണ്. അവിടെ തന്നെ അവർ സ്റ്റിച്ചും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അഫോർഡബിൾ ആണ് നല്ല രീതിയിൽ. പിന്നെ എനിക്കെന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരും ഇടുന്ന പോലത്തെ സെമി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഒരു ലെഹങ്ക ഇടണമെന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറേ പിൻട്രസ്റ്റിലൊക്കെ നോക്കിയിട്ടാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഐഡിയ എനിക്ക് കിട്ടിയത്. സെയിം അതേപോലെ പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയ ഒരു സെയിം ഔട്ട്ഫിറ്റാണ് ഞാൻ റീക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സ്കേർട്ടിൽ ഒരുപാട് ഡിസൈൻ വരുന്ന സ്കേർട്ടും പ്ലെയിൻ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പുമാണ് എൻ്റെ ഐഡിയയിലുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ബ്ലൂ കളറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കുറേ നോക്കിയിട്ട് എനിക്ക് ഇതാണ് കുറച്ചുകൂടെ സിമിലറായിട്ട് തോന്നിയത് ആ സ്കേർട്ടിന്. അപ്പം ഇതാണ് ഞാൻ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ എടുത്തത്. പിന്നെ പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ മീറ്ററിന് 690 വെച്ചിട്ടാണ്. അപ്പം അത്ര ഭയങ്കര എക്സ്പെൻസീവ് അല്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ നിന്നു. ടോപ്പ് സെലക്ട് ചെയ്തായിരുന്നു. പിന്നെ കളർ സെലക്ട് ചെയ്യാനായിരുന്നു ഏറ്റവും പാട്. കാരണം ഒരുപാട് ബ്ലൂ കളേഴ്സ് ഉണ്ടായിരുന്നു. ആ ബ്ലൂ കളറിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ബ്ലൂ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു. പിന്നെ നമുക്ക് എന്താണെന്ന് പറയുക, നമ്മൾ ഫോട്ടോയിൽ കാണുന്ന സെയിം കളർ നമുക്ക് തപ്പി പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കുറേ ആലോചിച്ചാണ് ഞാൻ കളർ ഡിസൈഡ് ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഷോപ്പിങ്ങിനും മൊത്തത്തിൽ 1 മണിക്കൂർ എടുത്തിട്ടുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ ടൈം എനിക്ക് പോയത് ഈ കളർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയെല്ലാം എനിക്ക് സിമ്പിളായിട്ട് കിട്ടി. പിന്നെ ഷോൾ നെറ്റിൻ്റെ ഷോളാണ്. അപ്പം അതും ഈ കടയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടോ. ഞാൻ ആദ്യം തൃപ്പൂണിത്തറയിൽ ഒരു സ്ഥലത്ത് നമുക്ക് തയ്ക്കാൻ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് അവിടെ വരെ പോകാനുള്ളൊരു മടി കൊണ്ട് ഞാൻ ഇവിടെ തന്നെ തയ്ക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ ഓൾറെഡി സ്റ്റിച്ചിങ് ഉണ്ട്. അപ്പം ഇവരുടെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ തോന്നി. അപ്പം ഞാൻ ഇവിടെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ നമുക്ക് അതേപോലെ തന്നെ ലൈനിങ് മെറ്റീരിയൽസും ഉണ്ട്, ലേസും ഉണ്ട്, പിന്നെ എല്ലാ സംഭവവും ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഇവിടെ തന്നെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പുറത്ത് വന്ന് പോയി. അതിൻ്റെ ജ്യൂസൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചെന്നപ്പം നമുക്ക് റിങ്ങിൻ്റെയും കൂടി ഇപ്പം തന്നെ നോക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അജിത്തും ഞാനും അമ്മൂമ്മയും ചേച്ചിയും കൂടി ഇവിടെ MG റോഡാകുമ്പോൾ എല്ലാം അടുത്തടുത്താണല്ലോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കടയിൽ പോകാമല്ലോ. അപ്പോൾ നമുക്ക് MG റോഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതാണ്, നമുക്ക് എല്ലാ കടകളും അടുത്തടുത്തുണ്ടാകും. അങ്ങനെ കുറച്ച് നടന്നാൽ മതി. അപ്പം ഞങ്ങളങ്ങനെ നക്ഷത്രയിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് റിങ്. അപ്പോൾ നക്ഷത്രയിൽ പോയി. അത് കഴിഞ്ഞിട്ട് എങ്ങനത്തെ ടൈപ്പ് റിങ്ങും ഞാൻ ഓൾറെഡി ആദ്യമേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എങ്ങനത്തെയാണ് വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ അങ്ങനത്തെ തന്നെ നമുക്ക് എടുത്താൽ മതിയല്ലോ. എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതൊക്കെ ആലോചിച്ചിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് വേഗം തന്നെ ഷോപ്പിംഗ് തീർക്കാൻ പറ്റും. ഒന്നും ഇല്ലാതെ ഐഡിയ ഇല്ലാതെയാണ് നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നല്ല പാടായിരിക്കും. നമുക്കിതായിരിക്കും നല്ലത്, അതായിരിക്കും നല്ലതെന്ന് ഇങ്ങനെ ആലോചിച്ച് കുറേ ടൈം പോകും. അപ്പോൾ റിങ്ങൊക്കെ ഞാൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ അളവെടുക്കില്ലേ അത് ചെയ്യുമായിരുന്നു. അങ്ങനെ ഓരോ റിങ്ങൊക്കെ കറക്റ്റ് സൈസ് ഇട്ടിട്ട് നോക്കുമായിരുന്നു. അപ്പം അങ്ങനെ കറക്റ്റ് സൈസൊക്കെ കിട്ടി. നല്ലൊരു ടൈമാട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഷോപ്പിംഗ് ടൈം. വെഡിങ് ഷോപ്പിംഗ് ടൈം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ലതാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ റിങ്ങൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അജിത്തിൻ്റെ പേര് അജിത്ത് തന്നെയാണോ ഇതാ? അജിത്ത് മതിയാ? ജ്വല്ലറി ഒക്കെ ചുമ്മാ ട്രൈ ആക്കി നോക്കിയതാട്ടോ. എന്തായാലും വന്നില്ലേ എന്നുള്ള രീതിയിൽ അത്ര തന്നെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഡ്രസ്സ് ഡൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ഡൈ ചെയ്ത മെറ്റീരിയൽ എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഞാൻ മനസ്സിൽ വിചാരിച്ച സെയിം കളർ തന്നെയാണ് അവർ ഡൈ ചെയ്തത്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ആ സെയിം കളർ കിട്ടുമോ എന്ന്.
അത് ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു കളറാണല്ലോ. പിന്നെ ഞങ്ങൾ ഓർണയിൽ വന്നിട്ട് കുറേ ഓർണമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ ഇട്ട് നോക്കി ആ ഡ്രസ്സിന് മാച്ചായിട്ട് കിട്ടുമോ, പക്ഷെ അതൊന്നും കിട്ടിയില്ല. പിന്നെ അന്ന് റിങ് വാങ്ങിക്കണമായിരുന്നു. റിങ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ഞാനും ചേച്ചിയും കൂടി റിങ്ങും കൂടി വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ കത്തിയൊക്കെ അടിച്ചിരുന്നിട്ട് അതും ഇതൊക്കെ പറഞ്ഞിരുന്നിട്ട് നമ്മൾ റിങ്ങൊക്കെ വാങ്ങി. റിങ്ങും ഞാനിങ്ങനെ ഒരു പ്ലെയിൻ ബാൻഡിലും പിന്നെ അതിൻ്റെ കൂടെ വേറൊരു റിങ്ങും കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഞാനിതെല്ലാം പിൻട്രസ്റ്റിൽ കണ്ടതാണ്. എനിക്ക് ഇങ്ങനെ എല്ലാവരും ഇടുന്ന പോലത്തെ സെയിം ഇടാൻ എനിക്ക് ഒരു താല്പര്യമില്ല. എനിക്ക് അങ്ങനത്തെ ഒരാളല്ല. അതുകൊണ്ടാണ് എനിക്കങ്ങനെ എല്ലാവരും പോലെ സെയിം ഇടുന്ന ഇഷ്ടമല്ല. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇതെടുത്തത്. ഹലോ ഗായ്സ്, ഇപ്പം ഞാൻ ഉണക്ക വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് മെഡിക്കൽ ട്രസ്റ്റിൻ്റെ അവിടെ. ഇപ്പം തന്നെ ഉണക്ക വരും, ഇല്ലെങ്കിൽ ഞാൻ നല്ല പേഴ്സാവും. പക്ഷെ കുഴപ്പമില്ല, അവിടെ ഇപ്പം തന്നെ എത്തും. അപ്പം ഇനി ഞങ്ങൾ നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. പക്ഷേ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. കാരണം എൻ്റെ ഡ്രസ്സ് നന്നായാൽ മതിയായിരുന്നു. എനിക്കറിയില്ല. ഞങ്ങൾ ഡ്രസ്സ് കാണാൻ വേണ്ടി പോകുന്നത് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. അപ്പോൾ ഇത് തയ്ച്ച് ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്നാലും ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, ഇട്ട് നോക്കണമല്ലോ, എന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ട്രയൽ ചെയ്തു. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കാരണം ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചൊരു സാധനം ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഒരാൾ തരില്ലേ, ആ ഒരു ഫീലായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ കളറാണ്. കളറും പിന്നെ ഞാൻ വിചാരിച്ചൊരു സെയിം സാധനമാണ് എനിക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടിയത്. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ഈ കടയുടെ പേര് റെയിൻബോ ഫാബ്രിക്സ് എന്നാണ്. പിന്നെ ഇവിടുത്തെ കസ്റ്റമർ സർവീസ് ഭയങ്കര അടിപൊളിയായിരുന്നു. അവർ നമ്മളെ ഓരോ ഡ്രസ് മെറ്റീരിയൽ എടുത്ത് കാണിക്കാനും ഏത് കളറായിരിക്കും നല്ലത്, ഏത് കളറായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അങ്ങനെ നമ്മുടെ സ്കിൻ ടോണിന് ഏതായിരിക്കും നല്ലത്. പിന്നെ അവർ നമുക്ക് ഓരോ സാധനം നമ്മൾ ഫുൾ നല്ല രീതിയിൽ അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കസ്റ്റമർ സർവീസും പിന്നെ ഇതൊക്കെ കുറച്ച് ഫോട്ടോസ് ആട്ടോ ഇത്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ട്രൈ ചെയ്തു. പിന്നെ ഞങ്ങൾ ഓർണമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഉർവശിയിൽ വന്നു. കാരണം ഓർണയിൽ എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഉർവശിയിൽ നിന്നാണ് എടുത്തത്. 2 മാലയാണ് ഞാൻ ആദ്യം സെലക്ട് ചെയ്തത്. കാരണം എനിക്കറിയില്ലായിരുന്നു ഏതായിരിക്കും ബെറ്റർ എന്ന്. പക്ഷേ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻഗേജ്മെൻറ്റിന് ഓർണ തന്നെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ മാല നമുക്ക് ബ്ലൗസ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള കാരണം മാലയിൽ വെച്ച് ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു ഏതായിരിക്കും ബെറ്റർ എന്ന്. കുറേ മാല ട്രൈ ചെയ്തിട്ടാണ് ഫൈനലി എനിക്ക് ഈ ഒരു മാല ഈ 2 ഇഷ്ടപ്പെട്ടത്. പിന്നെ എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടായത് ഉണക്കയാണ്. പിന്നെ ഞങ്ങൾ വളയും കൂടി വാങ്ങിച്ചു. എനിക്ക് അപ്പം അത്ര തന്നെയുള്ളൂ ഗായ്സ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.